ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ കഴിഞ്ഞ് ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. 2025 പൊളിച്ചെടുക്കാം നമുക്ക്. അതെ, ഇന്നെന്താ അമ്മ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു എല്ലും കപ്പയുമായിട്ട് ഒരു ബിരിയാണിയുടെ പരുവത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുഴയല്ല, എല്ലും കപ്പയുമായിട്ട് ഒരു ബിരിയാണിയുടെ പരുവത്തിൽ ഞാൻ എന്റെ മക്കളെ കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ മക്കളെ, ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് എന്റെ ക്യാമറാമാന്മാര് ഇതെല്ലാം എടുത്തു. സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നു, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും പേസ്റ്റും അരച്ചത്, കരിയാപ്പില, മല്ലിയില, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാല, ഇത് 4 ഐറ്റംസ് ആണുള്ളത്. എല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ പെരട്ടേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങോട്ട് എടുക്കടാ, മസാലകളൊക്കെ ഇങ്ങോട്ട് എടുക്ക്. എല്ല് വേവിക്കാനായിട്ടുള്ള മസാല ഐറ്റമാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത് കേട്ടോ. എല്ല് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടുള്ള മസാല ഐറ്റം ഈ കുറച്ച് സാധനങ്ങൾ മതി. അതിന് ഞാൻ ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ലേശം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് എല്ല് വേകാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി. ഒന്ന് വെറുതെ എല്ലിന് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കുന്ന ഒരു കണക്കാണ്. ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല പൊടിച്ചതാ, അതും മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലൊന്ന് വേവിക്കാനായിട്ട് ഇടുന്നതാണ്. ഇനി വേണ്ടത് കുറച്ച് സവോള ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു സവോള അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. അത് ഞാൻ ആവശ്യത്തിന് ഒരു 1.5 സ്പൂണോളം കാണും. അത് കഴിഞ്ഞ് വേണ്ടത് പച്ചമുളക് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വേകാനായിട്ട് ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് കരിയാപ്പില. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എല്ല് വേകാനായിട്ടുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് എന്നാണ്. അപ്പോൾ ഇതിനെ ഒന്ന് പെരട്ടാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. കൈ കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നല്ല മണവും സ്മെല്ലും നമ്മുടെ മസാലയുടെയും എല്ലാത്തിൻ്റെയും നല്ല ഇതൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരിത്തിരി മല്ലിയിലയും കൂടി ഇങ്ങോട്ട് തരാം. ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ കഴുകി അവിടെ കൊട്ടനകത്ത് വെച്ചിരിക്കുന്ന ആ എല്ലിനെ ഇങ്ങോട്ട് എടുത്ത് ഇത് 1 കിലോ എല്ലുണ്ട്. 1 കിലോ എല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ എല്ല്. ഇതിനു മുമ്പ് മമ്മി ഒരു പ്രാവശ്യം ഇവർക്ക് ഇത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു പരിപാടിക്ക് ഞാൻ എല്ലും കപ്പയും എല്ലാം കൂടി ഒരു ബിരിയാണി പരുവത്തിലെടുത്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി മമ്മി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഇത് വേകാനായിട്ട്. ഒരുപാട് വേണ്ട, ഇത് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളമാവും. അതുകൊണ്ട് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കുക്കറിൻ്റെ അടപ്പതാ. കുക്കർ അടച്ചു. സ്റ്റൗ ഞാൻ കത്തിച്ച് ഇവിടെ ഇരുന്ന് നല്ല വേവുള്ളതാണ്. ഒരു 5 അടി അവിടെ ഇരുന്ന് അടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വരാം. പിന്നെ ഞാൻ കപ്പ വേവിക്കാനായിട്ട് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് കപ്പ അവിടെ വെന്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എല്ലാത്തിനുമായിട്ട് നമുക്ക് ഒരു വരവ് വരാം. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ല് കുക്കറിൽ വെച്ച് വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരു 10-12 വിസിൽ അടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിന് നല്ല വേവുണ്ട്. അപ്പോൾ അവർ സെറ്റാണെങ്കിൽ അപ്പം തുറന്ന് കാണിക്കാം മക്കളെ എന്തായി ഏതായി. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഈ വെയിറ്റിനെ അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ടൊക്കെ തുറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ എയർ വേണ്ട. നല്ല പരുവത്തിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് വെള്ളം. മമ്മി ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. ആ ബിസിലടിച്ചപ്പം നമുക്ക് കറക്റ്റാക്കി. കണ്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ. ഇതൊക്കെ മമ്മിയൊക്കെ ചെറുപ്പം മുതലേ കഴിച്ചിങ്ങനെ. കത്തിച്ചു കേട്ടോ. ഏകദേശം ചട്ടി പഴുത്തിട്ടുണ്ട്. ഞാൻ അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുവാണ്. നല്ല കൊഴുപ്പും നല്ല നെയ്യൊക്കെ വേണം നമ്മുടെ എല്ലിന്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനൊന്ന് വരട്ടാൻ മാത്രം എടുത്താൽ മതിയേ. കണ്ടിട്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ പോരെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ചട്ടി പഴുത്താൻ നോക്കട്ടെ. എണ്ണ ഒഴിച്ച് എന്നിട്ട് കരിയാപ്പിലിട്ട് നമുക്ക് നോക്കാം. ചൂടാവട്ടെ. നല്ല പോലെ തിളച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ കരിയാപ്പില ഇടുമ്പോൾ അവനങ്ങോട്ട് ഒരു പുരാന്ന് കൊണ്ടുണ്ട് പൊട്ടും.
എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ച സവോള ഒരു 3 സവോള ഉണ്ട് കേട്ടോ. അത് 3 സവോള കുഞ്ഞുനായിരുന്നു അരിഞ്ഞത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എണ്ണയിൽ ഇടാൻ പോവാം. നമ്മൾ 1 കിലോന് എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനെ ഗ്രേവിയാക്കി എടുക്കാനുള്ള മമ്മീനെ കഴിഞ്ഞ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെച്ചിട്ട് എല്ലാവരും കണ്ടവര് എന്നെ ഫോൺ വിളിച്ചും വീഡിയോ കോൾ ചെയ്തും പിന്നെ എന്തുവാണ് മറ്റേ വോയിസ് മെസ്സേജ് വിട്ടും ഒത്തിരി പേര് എന്നോട് പറഞ്ഞ് നല്ലതായിരുന്നു, ജോളി ആൻറ്റി ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് അത് നന്നായിരുന്നെന്നൊക്കെ എന്നോട് ഒത്തിരി പിള്ളേർ എൻ്റെ സഹോദരങ്ങളാണ് കേട്ടാ. അവരെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞ് ഇനി അടുത്ത വീഡിയോ എൻ്റെ സഹോദരങ്ങൾ കാണുമ്പോൾ ജോളി ആൻറ്റിയോട് പറഞ്ഞത് ഇനി അടുത്ത അവര് എല്ലൊക്കെ കപ്പയായിട്ടൊക്കെ ബിരിയാണി വെച്ച് കഴിക്കട്ടെ. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണേ. എൻ്റെ മക്കളെല്ലാം ഏറ്റെടുത്ത് അവരെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. അവർ വീഡിയോ വരെ ഇട്ട് എന്നെ കാണിച്ചു. അടുത്തത് ഞാൻ അവർക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതും അവരുണ്ടാക്കി കഴിക്കും. അങ്ങനെ പിള്ളേരെ കൊണ്ട് ഞാൻ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വേവിച്ച് ഇതൊക്കെ ഞങ്ങൾ പണ്ട് കാലത്ത് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വെച്ച് തന്ന സാധനങ്ങളാണ്. അപ്പം എൻ്റെ സവോള വാടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ട് ഉപ്പൊക്കെ ഞാൻ എല്ലാത്തിനും ചേർത്തിരിക്കുന്നതാണ്. എല്ലിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, കപ്പയ്ക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. ഇനി ലേശ ഉപ്പ് ഇതിനെ അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പ് കൂടിയാൽ നമ്മുടെ കറിയുടെ പരിവറയെ പോവും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇത് മുളക് കറിയല്ല, ഈ കറി മഞ്ഞക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ഞ ബിരിയാണി. അതൊക്കെ കുറേ മനസ്സിലായിക്കോളൂ. പിന്നെ എണ്ണയിൽ വാടട്ടെ. ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഇതൊക്കെ എന്തോരം ആവശ്യത്തിന് ചേർക്കുന്നത് അത് നല്ല ഇതാണ്. നമ്മുടെ വയറിനും ഇഞ്ചിയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരുപാടൊക്കെ ചേർത്ത് കഴിക്കുക. മൈക്ക് ചെറിയൊരു പണിമുടക്കം ആയിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും. ഉച്ചത്തിൽ പറയാൻ നോക്കാം അല്ലേ? മല്ലിപ്പൊടി അല്ലേ? 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി തരൂ മക്കളെ, മഞ്ഞപ്പൊടി തരൂ. മഞ്ഞപ്പൊടി തന്നു. ഇനി എനിക്ക് നമ്മുടെ കുരുമുളക് പൊടിച്ചത് തരണം. സ്പെഷ്യൽ ഐറ്റമാണ് കുരുമുളക് പൊടി. ഞാനിത് മേടിച്ച കുരുമുളകൊന്നുമല്ല, കുരുമുളക് മേടിച്ച് ഞാൻ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പൊടിപ്പിച്ചതല്ല, കുരുമുളക് പൊടി വാങ്ങിച്ചതല്ല, കുരുമുളക് പൊടിച്ചു വെച്ചതാണ് അല്ലേ? അതെ, മിക്സിയിലകത്തിട്ട് പൊടിച്ചു വെച്ചതാണ്. ഞാൻ ഒരു 5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഗരം മസാല, പൊടിച്ചു വെച്ച പൊടി. ഗരം മസാല എടുത്താ മേക്കില്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ? മേക്ക് ഇപ്പൊ പണി മുടക്കിയാലും നമുക്ക് വീഡിയോ എടുക്കണ്ടേ? അപ്പൊ മണത്തിനും ഗുണത്തിനും എല്ലാത്തിനും കൂടി ഇതേ എല്ലുകറിയാണ്. അപ്പൊ നമുക്കത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിപ്പൊടിച്ച് വെച്ച സാധനമാണ്. ഞാൻ തക്കാളി ഇങ്ങോട്ട് എടുത്തിടാം. തക്കാളി 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയാണ്. ഇച്ചിരി പച്ചമുളകിലൊക്കെ അരിഞ്ഞിട്ട് അതൊക്കെ കിടക്കാൻ എല്ലാം അങ്ങനെ അമ്മമാരെല്ലാം അങ്ങനെ അങ്ങോട്ട് കൂട്ടുവാരി അങ്ങോട്ട് ഇടും. ഇത് കരിയാപ്പിൽ എടുത്തിട്ട് അത്തോട്ട് ഇടുക. ആര് ഇടടാ ഇത്തിരി കരിയാപ്പല്. വെതർ കുറച്ച് മല്ലിയില എടുത്ത് വെതറടാ. ആനപ്പാറല്ല, കൊച്ചപ്പ. അത് അച്ചമ്മയാണെങ്കിൽ ഇത് കൊച്ചപ്പ. പനിനീര് തൊളിയാനെ. ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന എന്റെ എല്ല് ഇങ്ങോട്ടെടുത്ത് ഇതിൻ്റെ അകത്തൊക്കെ കുടയടാ മക്കളെ. നീ കുടയുവോ ഞാൻ കുടയണം? കുടഞ്ഞു. ആ വീഴ്ച കണ്ട എന്തൊരു ടേസ്റ്റായിട്ട് നമ്മൾ ഇപ്പം ഇതിനകത്ത് കഴിക്കുമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്.
ഇനി അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് മെനക്കി എടുത്തേരും. ഇങ്ങനെയുണ്ട് മോനെ, ഒഴിക്കടാ. ഇത്തിരി കൂടി വെള്ളം ഒന്ന് കറക്കിക്കൊണ്ട് വേണം. മൂടിയൊന്നും എടുക്കൊണ്ട് വന്ന് അപ്പുറത്ത് കഴുകി വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിൽ. അങ്ങനെ ഹെൽപ്പറിന് അങ്ങനെ ആശാൻ്റെ ഇത്തിരി തട്ടുമുട്ടൊക്കെ കിട്ടും. ഇനി ഇവൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇവൻ്റെ ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കറക്റ്റാടാ. അതൊന്ന് 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചേ. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കാം. നമ്മള് ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയി. രാവിലെ പറക്കുന്നു നല്ല സൂപ്പറായിട്ട് സംഗതിക്ക് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഉണ്ടോ? ഇത് തിളച്ച് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞളും ഉപ്പും പുരട്ടി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പേനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. നീ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം നല്ല കപ്പയായിരുന്നു. ഞാൻ വേവിച്ച് കൊട്ടയിലൂറ്റി ഇത്ര ദിവസം വീഡിയോ എടുത്തിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെ കപ്പ ബിരിയാണി കൈ പൊള്ളിച്ചോണ്ടിരിക്കുക. ഏകദേശം ഞാൻ നമ്മുടെ ഇതിൻ്റെ പുറത്തോട്ട് കപ്പയെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിനെ മാർനേഷൻ ചെയ്യാനുള്ള പരിപാടി. കപ്പനെ നമുക്ക് എന്ത് ചെയ്യണം? അയ്യോ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊ ഞാൻ ഈ സ്റ്റൗ പതുക്കെ ഓഫാക്കുവാണേ. നല്ലപോലെ പഴുത്തിരിക്കുവാണ്. ഇനി നമ്മളൊന്നും ചെയ്യണ്ട. സ്റ്റൗവിനെ ഞാൻ ഓഫാക്കി നമ്മള് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഞാനിവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബിരിയാണിയുടെ പുറത്തോട്ട് ഇവനെ ഞാൻ മാറിനേഷൻ ചെയ്താണ്ടിരിക്കുവാണേ. ഗാർണിഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗാർണിഷ് ആണ് ചെയ്യുന്നത്. നേരത്തെ പക്ഷെ പറഞ്ഞ ലാമിനേറ്റ് ചെയ്യാന്നായിരുന്നു. അങ്ങനെ ഞാൻ പല രീതിയിലൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുള്ളൂ. എന്റെ ഐഡിയ ഒക്കെ എപ്പോഴാണ് മാറുന്നത് എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ മക്കളതൊക്കെ കേട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മളതേ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വറുത്ത് വെച്ച ഇതെല്ലാം നമ്മളിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നെയ്യിൽ വറുത്ത് കോരി ചെയ്ത സാധനങ്ങളൊക്കെ സെറ്റായി. ആ മല്ലിയില ഇട്ടെടുത്തവനെ ഈ മല്ലിയിലേനെ നമ്മളിവനെ എടുത്ത് നമ്മളിവൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മാർനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പരിപാടി? അങ്ങനെ ഗാർണിഷ് മാർണിഷ് ഇങ്ങനെയൊക്കെ പല പരിപാടികളാണ്. അതാ അവിടെ അങ്ങനെ സെറ്റായി. പ്ലേറ്റിലോട്ട് സർവ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കളർഫുൾ ആയിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്റെ ബിരിയാണിനെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇനിയിപ്പം ഇതിനെ ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടി ഇവിടെ മൂടി വെക്കുന്നതായിരിക്കുവേ. നമ്മള് ഡം ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് നമ്മള് ഇവനെ ഒന്ന് നമ്മളിവിടെ ഇങ്ങനെ മൂടി വെക്കും. ഇതിന് ശേഷം ആണ് ഇവന് സർവിങ് നടത്താൻ പോകുന്നത്. ദം എന്തായാലും നമുക്ക് നോക്കാം. അവിടെ ചെറിയ ചൂടോടെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും മല്ലിയില ഇവനെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാവരെയും കൂടി ഒന്ന് മിക്സിങ് ആക്കി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മല്ലിയിലയും നമ്മുടെ സവള വറുത്തതും എല്ലാം കൂടി റയാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ശരിയാക്കുക. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ മക്കളെ ഞാൻ പിന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. എല്ലാവരും ചെയ്തേക്കണം കേട്ടോ. ആരും മറന്നു പോകല്ലേ. എല്ലാവരും മമ്മിക്ക് തന്നേക്കണേ. നല്ലപോലെ വെന്ത കപ്പയാണ് കേട്ടോ. നല്ലപോലെ ഉടഞ്ഞ് നല്ല എല്ലാവരും കൂടി അങ്ങ് നല്ല മിക്സായി ചെറിയ തീയിലിട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ നേരത്ത് നമ്മൾ ഇവനെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് റയാന് കൊടുക്കാനായിട്ട് ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഇനി ഞാനിവന് കൊടുക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കിടക്കുന്നുണ്ടോ. അയ്യോ, അവന് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ എൻ്റെ
ഇഷ്ടത്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായിരുന്നു. അങ്ങനെ ഇവനെ കഴിപ്പിക്കാനാണ് എൻ്റെ ഉത്സാഹം. ഞാനിവനെ ഇന്ന് ചുമ്മാ കൊടുക്കത്തില്ല, ഇത്തിരി ഡാമിനേഷനൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഞാനൊരു പ്ലാൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത്തിരി ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ വെറുതെ അല്ലേ കൊടുക്കുന്നത്, ഇത് നമ്മുടെ ന്യൂ ഇയർ പരിപാടിയല്ലേ. അപ്പം ഇത്തിരി കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ 25ലേക്ക് നമ്മൾ കടന്നു വന്നു. സന്തോഷമായിട്ടുള്ള 25 നമുക്ക് കടക്കണം. ഒരുപാട് നല്ല നല്ല വീഡിയോകളൊക്കെ എനിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കാണണേ. അങ്ങനെ ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളർഫുള്ളാക്കിയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ. 2 കരിയാപ്പലയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഇങ്ങനെ സെറ്റാക്കി ഞാനിത് ഇവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് മക്കളെ കാണാനായിട്ട്? അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇനി ഇത് കഴിച്ചിട്ട് റയാൻ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറ. ഓക്കെ, നമ്മുടെ പ്ലേസിലോട്ട് കൊണ്ടുവെക്കാം, കഴിക്കാം. കഴിക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ കപ്പ ബിരിയാണി, എല്ലും കപ്പയും കൂടെ മിക്സ് ആയിട്ടുള്ള ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് മമ്മി. താങ്ക് യു മമ്മി, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും നല്ലൊരു വർഷമായി ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും അനുഗ്രഹങ്ങൾ തമ്പുരാൻ തരട്ടെ. ഓക്കെ, അപ്പം ടേസ്റ്റിംഗ് ഒരു കമന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയില്. ഒരു ആന്റി കമന്റ് ചെയ്ത് അമ്മയ്ക്കൊന്ന് വായിൽ വെച്ച് കൊടുക്കും മോനെന്ന്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ മമ്മിക്ക് വായിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ, ന്യൂ ഇയറിന് തുടക്കം. അതെ അതെ അതെ. ചെറിയൊരു പീസ് എടുക്കാം മമ്മി, ചെറിയ പീസ് തന്നാൽ ചെറിയൊരു പീസ് ഗ്രേവി ഒക്കെ ആയിട്ട്. ഓക്കെ, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്, സൂപ്പറാണ്. എല്ലാവരും ഇത് വെച്ച് കഴിച്ചാലേ ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. മമ്മിയുടെ റെസിപ്പിയാണ്, മമ്മിയുടെ ഇഷ്ട ഒരു ഡിഷാണ് എല്ല് കറി, എല്ലും കപ്പയും മിക്സ്, അങ്ങനെ എല്ലല്ലേ മെയിനാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. എല്ല് ബിരിയാണി, എല്ലും കപ്പയും കൂടിയുള്ള ബിരിയാണി ആക്കിയാണ് മമ്മി ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കെല്ലാം അത്ര ഇതില്ല, എന്നാലും എല്ലാം ടേസ്റ്റ് ആണല്ലോ, നമ്മളെല്ലാ ഡിഷും അല്ലേ. ഞാൻ കഴിക്കാറുണ്ട്, ഒരുപാട് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പറാണ്, നല്ല എരിവും കുരുമുളകിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പോൾ ക്യാഷും കിട്ടി അതിനകത്ത്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ക്യാഷ് നട്ടും ക്രിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് മമ്മി വീഡിയോ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ആക്കിയതാണ് അല്ലേ? എന്റെ സന്തോഷം. അപ്പം ഓക്കെ, ബൈ ബൈ.